ആലുവയിൽ നിന്നാരംഭിച്ച ഒരു അത്ഭുത യാത്രയിൽ നിന്ന് തന്നെ ഇത്തവണത്തെ വാരാന്ത്യം ആരംഭിക്കാം. പ്രകൃതി സ്നേഹത്തിന്റെ വിളംബരവുമായി സോളാർ മോട്ടോർ ഘടിപ്പിച്ച പെട്ടി ഓട്ടോറിക്ഷയിൽ ആലുവയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു യാത്ര. നമുക്കിത് ആലോചിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ആലുവയ്ക്കടുത്ത് കരിമാലൂരിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രമുഖ കാരവൻ ഡിസൈനിംഗ് യൂണിറ്റായ കളപ്പുരപ്പറമ്പിൽ ഓട്ടോമൊബൈൽസ് ആണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തത്. പറവൂർ CI S ജയകൃഷ്ണൻ ഈ ലണ്ടൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏതായാലും കൗതുകം നിറഞ്ഞ ആ വാർത്തയിൽ നിന്ന് ഈ ആഴ്ചയിലെ വാരാന്ത്യം ആരംഭിക്കാം. ഒറ്റ നോട്ടത്തിൽ ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന വണ്ടിയാണെന്നേ തോന്നൂ. എന്നാൽ മാലിന്യമുക്ത ലോകം എന്ന സന്ദേശവുമായി കേരളത്തിൽ നിന്നും 2 അംഗ സംഘം ലണ്ടനിലേക്ക് യാത്ര പോകുന്ന പെട്ടി ഓട്ടോറിക്ഷയാണിത്. പരിസ്ഥിതി സൗഹൃദ സന്ദേശവുമായി യാത്ര തിരിക്കുന്ന വാഹനത്തിന് സോളാർ ടക് ടക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ സന്ദേശവുമായി സോളാർ ടക് ടക് ഓട്ടോ ലണ്ടനിലേക്കുള്ള യാത്ര തുടങ്ങി. എഞ്ചിനോ ഗിയർ സംവിധാനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സോളാർ ടക് ടക് മലിനീകരണമുണ്ടാക്കാത്ത പരിസ്ഥിതി സൗഹൃദ വാഹനമെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഓസ്ട്രിയൻ മാധ്യമപ്രവർത്തകനായ റൗൾ കോപ്പ, തെലങ്കാന സ്വദേശിയായ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നവീൻ റിബല്ലി, ബാംഗ്ലൂരു സ്വദേശിയായ ഇലക്ട്രോണിക് എഞ്ചിനീയർ സങ്കേത് കുമാർ എന്നിവരാണ് ഓട്ടോയുടെ നിർമ്മാണത്തിനു പിന്നിൽ. കേരളത്തിലെ പ്രമുഖ കാരവൻ ഡിസൈനിംഗ് കമ്പനിയായ നോർത്ത് പറവൂർ മനക്കപ്പടി കളപ്പുരപ്പറമ്പിൽ ഓട്ടോമൊബൈൽസാണ് വാഹനം രൂപകൽപ്പന ചെയ്തത്. ഒരു മോട്ടോർ വെച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ടാണ് ആദ്യം എനിക്ക് തോന്നിയത്. ഇപ്പോൾ എനിക്ക് ആ പ്രൊജക്റ്റിൽ എനിക്ക് ചേരാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇതിനോടൊപ്പം കൂടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് യാത്ര തുടങ്ങി ലണ്ടൻ വരെ ഏതാണ്ട് 15,000 കിലോമീറ്ററോളമാണ് ഇത് യാത്ര ചെയ്യുന്നത്. ഇതിന് മുഴുവൻ ചാർജും കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന 6 സോളാർ പാനലുകളിൽ നിന്നാണ് ഇതിന് വേണ്ടുന്ന ഇത് കിട്ടുന്നത്. ഇത് പ്രത്യേകിച്ച് ആരുടെയും സ്പോൺസർഷിപ്പ് ഒന്നുമില്ലാതെ ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ചേർന്ന ഒരു സംരംഭമായിട്ടാണ് ഇത് ചെയ്തിറക്കുന്നത്. ഇത് ഏകദേശം 75 കിലോമീറ്റർ നമ്മൾ ടെസ്റ്റ് 75 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ച് 75 കിലോമീറ്റർ സ്പീഡിൽ ഓടും. കൂടാതെ ഇത് 100 മണിക്കൂർ ഓടാനുള്ള ചാർജ് ചെയ്യാനുള്ള ബാറ്ററി സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത് ലോകത്തിന് മഹത്തായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത്. പരിസ്ഥിതിയെ മലിനപ്പെടുത്താതെ, ശബ്ദമായിട്ട് വായുവോ ഒന്നും മലിനപ്പെടുത്താതെ ചെയ്യാൻ പറ്റുന്ന അതാണ് നമ്മൾ ഇതിനൂടെ സന്ദേശം കൊടുക്കുന്നത്. കൂടാതെ ന്യൂ ജനറേഷന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വലിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും തയ്യാറാവുന്നതിനും വേണ്ടുന്ന ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ആപ്പെ പിയാജിയോ ഓട്ടോറിക്ഷയിൽ ലോകപര്യടനം എന്ന ലക്ഷ്യവുമായി നവീനും സോളാർ വാഹനത്തിലേക്കുള്ള യാത്ര സ്വപ്നം കണ്ട് റൗൾ കോപ്പയും നാളുകൾക്ക് മുമ്പേ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇരുവരുടെയും അന്വേഷണങ്ങൾക്കൊടുവിലാണ് സങ്കേത് കുമാറും വാഹനശില്പിയുമായ KM ഷൈജുവും സോളാർ ഇലക്ട്രിക്കൽ ടക് ടക് മിഷന്റെ ഭാഗമാകുന്നത്. കളപ്പുരപ്പറമ്പിൽ ഓട്ടോമൊബൈൽസ് ഉടമയായ ഷൈജുവിന്റെ മേൽനോട്ടത്തിൽ 1 മാസത്തെ ശ്രമഫലമായാണ് സോളാർ ഓട്ടോ പ്രവർത്തന സജ്ജമായത്. ഓട്ടോയുടെ എഞ്ചിന് പകരം 3 ഫേസ് മോട്ടോർ ഘടിപ്പിച്ചു. 6 സോളാർ പാനലുകളാണ് ഇതിന് ഊർജ്ജം നൽകുന്നത്. ബാറ്ററിയുടെ സഹായത്തോടെ 100 മണിക്കൂർ യാത്രയ്ക്കുള്ള ഊർജ്ജം സംഭരിക്കുകയും ചെയ്യാം. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വാഹനത്തിന് മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും. ലണ്ടനിലേക്കുള്ള സൗഹൃദ സന്ദേശയാത്ര 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മുംബൈയിലെത്തുന്ന ഓട്ടോ കപ്പലിലാണ് അവിടെ നിന്ന് തെഹ്റാനിലെത്തുക. ഫ്രാൻസിൽ നിന്നും UK വരെ ടണൽ മാർഗമായിരിക്കും യാത്ര. Hi, my name is Raul Kovaca. I'm a documentary filmmaker and I'm going to document the whole journey, and the reason we're doing this is to promote green energy, to promote solar energy, and to show the world that there are mobility solutions that are feasible and green. ഏകദേശം 15,000 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. അണിയറ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ 4 സംഘമാണെങ്കിലും റൗൾ കോപ്പയും നവീൻ റിബലിയുമാണ് സൗഹൃദ സന്ദേശവുമായി ഓട്ടോയാത്ര നടത്തുന്നത്. കരുമാലൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര പറവൂർ CI S ജയകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ഈ സതുദ്യമത്തിന് എല്ലാവിധ മംഗളാശംസകളും വിജയാശംസകളും നേരുന്നു. എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുൻ MP KP ധനപാലൻ, ആലങ്ങാട് SI ലൈജുമോൻ, SNDP യൂണിയൻ പ്രസിഡന്റ്
ഹരി വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ സോളാർ ടക് യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു.